വന്നതോടുകൂടി അഡ്വക്കറ്റ് ആകണമെന്ന് എല്ലാവർക്കും ആഗ്രഹം കൂടി വന്നു. എന്താ കാരണം? എല്ലാ സ്ഥലത്തും ലോ കോളേജ് എന്ന് പറഞ്ഞാൽ അടിപിടി, സീറ്റ് കാലിയായി കിടക്കും. മർക്കസ് ലോ കോളേജ് വന്നു, ഒരു സീറ്റ് പോലും കാലിയില്ല. സീറ്റ് കിട്ടാത്തതിലുള്ള പരാതി മാത്രമേ ഉള്ളൂ. അവിടെ അടിപിടിയില്ല, ബഹളമില്ല, കുഴപ്പമില്ല, തർക്കമില്ല, വോട്ടെടുപ്പില്ല. കൃത്യസമയത്ത് പഠിക്കുന്നു, പഠിച്ചവർ എഴുതുന്നു, എഴുതിയവർ വിജയിക്കുന്നു. അങ്ങനെ 100% വിജയിക്കുന്ന സൽസ്വഭാവികളായ അഡ്വക്കറ്റുമാർ പുറത്തിറങ്ങും. ഇറങ്ങാനാകുന്നതേ ഉള്ളൂ, ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ലോ കോളേജ് പഠിച്ചാൽ തമ്മിൽ തല്ലുപിടിക്കുള്ളൂ എന്നൊരു നിയമമൊന്നുമില്ല. അപ്രകാരം എഞ്ചിനീയർമാരെന്ന് പറഞ്ഞാൽ ഡോക്ടർ സലാം സാഹിബ് പോയോ? ശാസ്ത്രജ്ഞനാണ് സലാം സാഹിബ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖ വഇല السماء കൈഫ റുഫിഅത് വഇല الجبال കൈഫ നുസിബത് വഇല الأرض കൈഫ സുതിഹത്. അല്ലാഹു തആല ഖുർആനിൽ ഇവിടെ എല്ലാ ശാസ്ത്രവും, ആദ്യം തന്നെ ജന്തുശാസ്ത്രം, അതിനെന്താ പറയാ, ബയോളജി, ജന്തുശാസ്ത്രം, മൃഗശാസ്ത്രം, ബയോളജി. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖ. അല്ലാതെ ജുമാ നിസ്കരിക്കുമ്പോൾ ഇമാമ് പള്ളിന്റെ അപ്പുറത്ത് ഒട്ടകൊണ്ടോ എന്ന് നോക്കാൻ പോണമെന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെ ഒരിക്കലും അർത്ഥമല്ലല്ലോ. എന്താണ് നിങ്ങൾ ഒട്ടകത്തെ എങ്ങനെ സൃഷ്ടിച്ചു? എന്തൊരു അത്ഭുത ജീവിയാണ് ആ ജീവി. ഇങ്ങനെ കണ്ടാൽ ഉണങ്ങിയതുപോലെ നിൽക്കും. അതിന്റെ കുടിക്കാനുള്ള ഒരാഴ്ചക്കുള്ള വെള്ളം അതിൽ സ്റ്റോക്ക് ചെയ്യും. അങ്ങനെ സ്റ്റോറേജ് ഒരു ഭാഗത്ത്, കുടിച്ചുള്ള വെള്ളം വേറൊരു ഭാഗത്ത്, ഇങ്ങനെയെല്ലാമുള്ള ഒരു പുതിയ അത്ഭുത ജീവി. അവിടെ നിന്ന് ഇങ്ങനെ അല്ലാഹു തആല ആ ബയോളജി ചിന്തിക്കാൻ ഖുർആൻ പറഞ്ഞു. വഇല السماء കൈഫ റുഫിഅത്, ഗോളശാസ്ത്രം. അഫ്ലാത്തൂനും അരിസ്റ്റോട്ടലും പഴയ ശാസ്ത്രജ്ഞന്മാർ രണ്ടാളും എപ്പോഴും എതിരാണെന്ന് മാത്രം. ഒരാൾ ഭൂമി ഉരുണ്ടതാന്ന് പറയും, ഒരാൾ ഭൂമി പറന്നതാന്ന് പറയും. എന്നിട്ട് രണ്ടാളും ശാസ്ത്രജ്ഞന്മാരാണെന്നുള്ളത് ലോകം അംഗീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ശാസ്ത്രത്തിന് അത്രേ വിലയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്ന് അറസ്താഫാലീസ് എന്ന് പറയുന്ന അരിസ്റ്റോട്ടൽ, അഫ്ലാത്തൂൻ എന്ന് പറയുന്ന പ്ലാറ്റോ, ഇവർ രണ്ടുപേരും ഒരാൾ ഭൂമി ഉരുണ്ടതാണെന്നും മറ്റൊരാൾ ഭൂമി പരന്നതാണെന്നും പറയുന്നു. ഒരാൾ സൂര്യനാണ് ചുറ്റുന്നത് എന്നും മറ്റൊരാൾ ഭൂമിയാണ് ചുറ്റുന്നത് എന്നും പറയുന്നു. രണ്ടുപേരും ഉന്നത ശാസ്ത്രജ്ഞന്മാരായി ലോകം അംഗീകരിക്കുകയും ചെയ്യുന്നു. അതൊന്നോ രണ്ടോ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അതിന്റെ താത്വികമായ അടിസ്ഥാന വിഷയത്തിൽ അവരെല്ലാവരും യോജിച്ചവരായിരിക്കും. അങ്ങനെ ഈ ശാസ്ത്രം ഒരാൾ പഠിച്ചിട്ട് അത് ഖുർആൻ അതിന് എതിരാണ്, അതുകൊണ്ട് ഖുർആൻ ശരിയല്ല എന്നല്ല പറയേണ്ടത്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹുവിന്റെ കലാമിന് ഒപ്പിച്ചു നോക്കുക ശാസ്ത്രം. ഒത്താൽ വളരെ നല്ലത്, ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടില്ലെന്ന് വെക്കുകയല്ലാതെ വാഹമില്ല. ഭൂമി എങ്ങനെ ജനങ്ങൾക്ക് നടക്കാൻ സൗകര്യപ്രദമാക്കി എന്ന് ചിന്തിക്കുക. അങ്ങനെ സൂറത്തുൽ ഹദീദ് കെമിസ്ട്രിയിൽ
കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്ന അയൺ, ഇരുമ്പ്, ആ ഇരുമ്പിന്റെ സംഗതി പറയുന്ന ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആ സൂറയിൽ ഇരുമ്പിനെ ഇറക്കിത്തന്നു എന്ന് ഒരു സ്ഥലത്ത് കാണുന്നു. അതിനെ സംബന്ധിച്ച് ഇമാം റാസി ചർച്ച ചെയ്തു. ഇരുമ്പ് ഇറക്കിത്തന്നത് എങ്ങനെ? ഭൂമിന്റെ അടിയിൽ നിന്നാണല്ലോ. അപ്പോൾ അതിന് അവസാനം കണ്ടെത്തിയത് ആണവശക്തിയിലൂടെ ആണ് ഈ ഇരുമ്പ് അങ്ങുമിങ്ങും തിരിക്കുകയും മറിക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇരുമ്പിന്റെ പ്രയോഗം അത് ആണവശക്തിയായിട്ടാണ് മാറുന്നത്. ആണവം അത് മേൽഭാഗത്ത് നിന്ന് ഇറങ്ങുന്ന ഒരു ശക്തിയായിട്ട് ഉണ്ട് എന്ന് ഇമാം റാസി എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് പറയുകയുണ്ടായി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അങ്ങനെ പരിശുദ്ധ ഖുർആൻ ചിന്തിച്ച് ഗവേഷണം നടത്തിയ, വിവിധ നേതൃമണ്ഡലത്തിൽ പ്രവേശിച്ച് ചർച്ച ചെയ്തിട്ടുള്ള മഹാന്മാരായ മുഫസ്സിറുകൾ, ഇമാം റാസിയെപ്പോലെയുള്ളവർ, ഇമാം ഗസാലിയെപ്പോലുള്ള തസവുഫിന്റെ പണ്ഡിതന്മാർ, ഫിഖ്ഹി പണ്ഡിതന്മാർ, അവരെല്ലാവരും പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇന്നിവിടെ കാണുന്നതും ഇനി ഖിയാമത്ത് നാൾ വരെ കാണാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും അവർ അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഇവിടെ വിവരിച്ചു വെച്ചിട്ടുണ്ട്.